CCTV ഇതാരാ പുറത്ത് നിൽക്കുന്നത്? ഇത് സൂപ്പർവാവല്ലോ. ഇതാരാ? മൈക്കിട്ട് സംസാരിക്കാം. ഇതാരാ പുറത്തേക്കുന്ന? ഹലോ, ഇതാരാ? ഓയ് ഓയ് ഇങ്ങോട്ട് നോക്ക്, മുകളിൽ ക്യാമറ. ഇതാരാ? ആരാ? സൂപ്പർവാവയുടെ സൂപ്പർവാവനെ വേണം. അല്ലാ അല്ലാ പാട്ടർ ഇതെന്താ? ഇത് നമ്മളെ നാട്ടിൽ എവിടേക്കെങ്കിലും വരുമ്പോ ആപ്പിൾ മുന്തിരി കൊണ്ടുവരും. സൂപ്പർ വാവ എവരിബഡി ഇൻ ദ ചാറ്റ്. എടാ ശരിക്കും ഇത് നിന്റെ കയ്യില് പറക്കുന്നു. ആദ്യമായിട്ടാണല്ലോടാ. അടി ഇതെന്ത് സംഭവം? അടി ഇതൊക്കെ നോക്ക് എന്തെല്ലാം ഉണ്ട് നോക്ക്. ഇതെല്ലാം ആരാ? അതിന്റെ ചങ്ങായി ബ്രോ എന്തെല്ലാ സുഖല്ല? എന്താ പേരെന്തേലും? സൂപ്പർ വാവ ഓൺ ദ സ്ട്രീം. ഗൈസ് ഇൻട്രോ സോങ് ആണ്. സൂപ്പർ വാവക്ക് ഇൻട്രോ സോങ് വേണം. ഏതാ ഇൻട്രോ സോങ് പറ. മാപ്പിളം പാടണം. എന്തിന് പോയി അമ്മോളെ ചരക്കല്ല നന്നായി വെള്ളം കാച്ചി കുഴിച്ചവളെ കോതല മംഗല പരിപോ പന്ത്രണ്ടാണി എന്തിന് പോയി അമ്മോളെ ചരക്കല്ല നന്നായി വെള്ളം കാച്ചി കുഴിച്ചവളെ. ഓക്കെ, നമുക്ക് സൂപ്പറാവന്റെ വിശേഷങ്ങൾ ഇരിക്കണം. നമുക്ക് നിന്നിട്ട് സംസാരിക്കാം. കുറെ ആൾക്കാരല്ല. വെൽക്കം ഡ്രിങ്ക് കൊടുക്ക്. അടി വേണം. മൈക്ക് കൊടുക്ക്. മൈക്ക് അറിയോ? ഇത് വാവ മേറിനെ കെട്ടോ അതോ എന്നെ കെട്ടോ? അവിടെ സൂപ്പർ വാവ വന്ന ഉടനെ പെണ്ണുങ്ങൾ വരാൻ തുടങ്ങി. സൂപ്പർ ചാറ്റിൽ ഇതാ നൗറ റഫീഖ്. വാവ മേറിനെ കെട്ടോ അതോ എന്നെ കെട്ടോ? മേറിനെ കെട്ടൂല. എനിക്ക് അതും കൂടി ഒന്ന് ഇതിൽ പറയാണ്ട്. ഇപ്പൊ എല്ലാരും എനിക്ക് ഹെയ്റ്റ് കമന്റ് തന്നെ. മീൻസ് അതായത് പണ്ട് കൊറേ പെണ്ണുങ്ങളെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ മെഹറിന്റെ പറഞ്ഞിട്ട് പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ ഹെയ്റ്റ് പറയാൻ കൊടുത്തിരിക്കണേ. എന്ത് മേറിന്റെ എന്തിനാ ഹെയ്റ്റ് കൊടുക്കുന്നത്? അല്ല എനിക്ക് എന്തിനാ ഹെയ്റ്റ്? പെണ്ണുങ്ങളെ പടക്കുമ്പോണ്ടാവുമല്ലോ സംഭവം. എനിക്ക് അതിന് ബുദ്ധിയില്ല. പിന്നെ ആണുങ്ങൾ വെച്ച് നടന്നാ കൊണ്ടെന്ന് പറയും. അതും പറയും. ഇതാണ് രണ്ടും ചെയ്യാൻ പറ്റില്ല. പെണ്ണുങ്ങളെ പടന്ന അങ്ങനെ പ്രശ്നമുണ്ട് ഇപ്പൊ. പക്ഷേ സൂപ്പറാവന്റെ ഔട്ട്ഫിറ്റ് റേറ്റ്. അവിടെ നമ്മുടെ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് റേറ്റ്. വാ ഫസ്റ്റ് പരിപാടി അത്. ഇതെന്തേ? കുടിക്കട്ടെ. അവൻ ജ്യൂസ് മധുരം പുളിയോ നന്നായിണ്ട്. തമാശ രസമുണ്ട്. ലസ്സി ഇതിനാണ് അവിടെ കുറിച്ചുണ്ട്. ഇതെന്താ സാധനം? ഇത് ശരിക്കും കുടിക്കാൻ പറ്റുന്ന? സോറി മൈ ബാഡ്. ഞാൻ വിചാരിച്ചു മമ്മ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു ചേച്ചടാ. സോറി നീ ഞാൻ വിചാരിച്ചു നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു ചേച്ചടാ. പറ
റേറ്റ് ഔട്ട്ഫിറ്റ് ആദ്യം വാവന്റെ ഔട്ട്ഫിറ്റ് പിന്നെ മാല ഞാൻ കണ്ടിട്ട് അതേപോലെ ഒരു മാല എടുത്തില്ല. ശരിക്കും പേര് സപ്പാനാ. അങ്ങനെ പറഞ്ഞ ആർക്കും അറിയില്ല. ഈടൊരു സപ്പാൻ വന്ന് 2 ദിവസം മുന്നേ എന്റെ ചങ്ങായ. ഓ എനിക്കറിയോ. ശരി, ഞാനും ലൈവിലൊന്ന് പാട്ടൊക്കെ പാടലുണ്ട്. ഞാനൊരു കലാകാരനാണ്. 10. ഓ മൊത്തം 10. എന്റെ ഔട്ട്ഫിറ്റ്. റൈറ്റ്. ഞാൻ അത്ര ടോപ്പ് അത്യാവശ്യം കുഴപ്പമില്ലല്ലേ? അത്യാവശ്യം അല്ലടാ. നല്ല ഇത് ട്രെൻഡ് ഫാക്ടറി നാട്ടിലത്തെ ഫാക്ടറിയാ. ഞാൻ എപ്പോഴും അവിടെ നിന്ന് വാങ്ങല്. കൊള്ളാലടാ നീ. ഇവൻ ഞാൻ കണ്ണട ശ്രദ്ധിച്ചില്ല കേട്ടാ. ഇരുട്ടായിക്കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇത് കൊള്ളാട്ടെ, ഇവന്റെ ഔട്ട്ഫിറ്റ് കൊള്ളാട്ടാ. എടാ എന്റെ എന്താടാ -ഉം 0 അല്ലോ. ഇതെന്താ എന്റെ ഔട്ട്ഫിറ്റ് അത്ര മോശ? ചാറ്റ് ഇത്രയും ദിവസം ഇങ്ങനെ ആയിരുന്നില്ല. ഇതെന്റെ ചാറ്റല്ല. ഇത്രയും ദിവസം ഇങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ കൊള്ളാലേ. ഇതെന്താ എടാ ഇത്രയും ദിവസം എന്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഏറ്റവും റേറ്റിംഗ് കിട്ടല്. ഇതെന്താ 0 -1 3 2 ഇടക്ക് ഒരു 10 വരുന്നുണ്ട്. ഇടക്ക് 10 വന്നോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് കഥ ഇരിക്കേ. അത് കുഴപ്പമില്ല. നീ ഇരിക്കും. നീ ഗസ്റ്റ് അല്ലേ? എന്തെല്ലാം കൊണ്ടെന്ന് നോക്കട്ടെ. വിട്ടോട്ടെ. അത് നമ്മളവിടെ എന്തെല്ലാം കൊണ്ടെന്ന് നോക്കത്ത. എടാ അപ്പോഴും മുന്തിരെല്ലാം കൊണ്ടുവരാൻ പറ്റും. ഞാൻ തന്നെ രോഗിയാ. അല്ല ഞങ്ങളവിടെ ഒരു പെരക്ക് ഇരുന്ന് പോകുമ്പോ അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ പിന്നെ ലൈസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ലൈസ് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഓറഞ്ച് ഇവിടെ നല്ല ഫ്രൂട്ട് വീഡിയോ. താങ്ക് യു. ആപ്പിൾ. അടാ ഈ വീട്ടില് ഫ്രൂട്ട്സ് കേറൂലടാ. അങ്ങനെ ഇത് നന്നായി. അടി ഇവരെല്ലാം ഫാസ്റ്റ് ഫുഡാണ്. ഇവനെല്ലാം ബർഗറും പിസയും അല്ലാണ്ട് ഇവനൊന്നും തിന്നൂല. ഇങ്ങനെയെങ്കിലും വിറ്റാമിൻ വരട്ടെ ഈ വീട്ടിലേക്ക്. ബത്തക്ക കേടന്നതാ. ഫ്രിഡ്ജിലൊക്കെ ഞാനല്ലോ. ഇത് ബംഗാളി പറ്റിച്ചതാ. ഇവിടെ ഞങ്ങള് ഫ്രൂട്ട്സ് വീഡിയോ കൊറേ തെരഞ്ഞ് കിട്ടിയില്ല. ഇവിടെ തൊട്ട് മുന്നിൽ തന്നെ ഞങ്ങളവിടെ എവിടെ നമ്മളെ ബൈപ്പാസ് എവിടെ ഞങ്ങൾ കൊറേ തെരഞ്ഞ് എന്നിട്ടാ കിട്ടിയത് ഒരു ബംഗാളിന്റെ കട. കൊച്ചി അടിപൊളി. ഞാൻ ഇറങ്ങിയപ്പോ വാവ സ്ട്രീം ആക്കട്ടെ. ഓക്കെ ഞാൻ പോയാ. വെറുതെ 2 സ്ട്രീം ചെയ്ത് വെറുതെ. ഇങ്ങനെയല്ലേ പഠിക്കുന്നത്. നീ ഇടിയിരിക്കും. നമ്മുടെ കൂടെ ഞാൻ ഇന്നത്തെ ഗസ്റ്റ്. ഓക്കെ ഞാൻ ഇന്നത്തെ ഗസ്റ്റ്. സൂപ്പർ അവർ സ്ട്രീം ചെയ്യുന്നു. ഞാൻ ഗസ്റ്റ്. ഓക്കെ എന്നോട് ചോദിക്കും. എന്താ ചോദിക്കാനുള്ള? എന്താ ഞാൻ ചോദിക്കാ? എനിക്കറിയൂല. പറച്ചോനാണ് അറിയൂല. അല്ല എന്തൊക്കെ സംസാരിക്കാം. എന്തെങ്കിലും ചോദിച്ചാൽ പോരെ. അല്ല എന്ത് നീ കൊച്ചിയിലത് അത് പറ. നീ ഇതിനായിട്ട് വന്നല്ലാന്ന് കേട്ട്. നീ എന്താ ഗ്ലൂട്ടോ അത് നാളെയാണ് ശരിക്കും എടുക്കണ്ടേ. അപ്പൊ നാളെ നീ ഇവിടെ ഉണ്ടോ? നാളെ ഞാൻ ഒന്നുകൂടി പോയിട്ട് വരും. അവിടെ രാവിലെ പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷെ നിനക്ക് അത്യാവശ്യം വെളുപ്പുണ്ടല്ലോ. നീ എന്തിന് ഗ്ലൂട്ടോ ഇപ്പൊ ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് വെളുത്തുക. ഞാനൊരു ഇത് മതിയടാ. ഇത് നല്ലടാ. ഇതാ കറക്റ്റ്. ഇഷ്ടായി. പെർഫെക്റ്റ്. ഇഷ്ടായി. അല്ലേ എന്തേലും തേച്ചിക്കട വെളുത്തുകട ഇല്ല. അല്ലാതെ ഞാൻ കുളിക്കലൊന്നുമില്ല. അവിടെ എല്ലാവരും പറയും ഞാൻ മറ്റേ കണ്ണൂർ കാസർഗോഡ് ഭാഗമായിക്കൊണ്ട് എല്ലാവരും പറയും ഞാൻ വെളുത്തിട്ട് പറഞ്ഞ ക്രീം ആക്കണ്ടാവും. ഞാൻ ഒരു അല്ല ഈ ആ ബ്രേക്ക് എടുത്തതിനു ശേഷം കറക്റ്റ് പറയണ പോലെ ഒരു തൊപ്പിറല്ല. അതെന്താ സംഭവം അറിയോ? ഞാൻ പുറത്തിറങ്ങൂലോ. ഞാൻ വീടിനുള്ളിൽ തന്നെ ഇരിക്കല. ഞാൻ ആടി പുറത്തിറങ്ങൂല. കുറെ എനിക്ക് ഇപ്പൊ കുറെ ആങ്സൈറ്റിന്റെ എല്ലാം പ്രശ്നം വന്നിട്ടുണ്ട്. എനിക്ക് ഈ ക്രൗഡിന്റെ അടുക്ക് ഇപ്പൊ ഉള്ളിന്ന് എന്റെ ക്യാമറിന് മുന്നിൽ ഞാൻ ഓണാവും. സീരിയസ് ആയി പുറത്ത് എനിക്കുണ്ട്. ആൾക്കാരുടെ കൂട്ടത്തിൽ പോയാൽ എനിക്കിപ്പോ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങലേ ഇല്ല. ഫുൾ ടൈം ഇവിടെ ഒന്നേ ഗെയിം കളിക്കും. പബ്ജി കളിക്കും. ഏതെങ്കിലും സിനിമ ആണ് ഇവിടെ നെറ്റ്ഫ്ലിക്സും കണ്ടിരിക്കും. ഞാൻ പുറത്തിറങ്ങൂല. എനിക്കുണ്ടത് സീന. അത് ബാക്കി എന്തെങ്കിലും ഫീൽഡ് ആണെങ്കിൽ പ്രശ്നമല്ല. ഇങ്ങനത്തെ ഈ ഫീൽഡ് ആകുമ്പോ സീന. ഇങ്ങനെ പ്രത്യേകിച്ച് പെമ്പിള്ളേർ വരുമ്പോ ദൂരത്തു നിന്നാണ് നല്ല ഇഷ്ടം. ദൂരത്ത് നമുക്ക് വായി നോക്കാം. പക്ഷെ ഇത് അടുത്ത് വന്നിട്ട് ഇവര് ഫോട്ടോ എടുക്കാൻ ചോദിക്കുന്നു. ഇതെല്ലാം കൈവറ വരും. അല്ലേ അന്നെ കാണുമ്പോ തന്നെ കൈവറുണ്ട്. അത് എനിക്ക് ഓൾറെഡി ഇല്ല. ഇപ്പൊ ഞാൻ നിന്റെ സ്ട്രീമിൽ എനിക്ക് എല്ലാരും കാണുമ്പോഴും ഉണ്ട്. അതായത് ഇപ്പൊ അന്നെ ഒന്നും കൂടി ആദ്യമായിട്ട് കാണല്ലേ. അപ്പൊ ഒന്നും കൂടി വറ കൂടുതലാ. എന്തായാലും സൂപ്പർ ചാറ്റ് എന്തെല്ലോ പറയുന്നുണ്ട്. സൂപ്പർ ചാറ്റ് തൊപ്പി വാവ മലപ്പുറം താനൂർ റോസാൻ കടപ്പുറം. ഇതെന്താന്നാ പറയുന്നത്? വൺ മമ്മു ഡാൻസ് മമ്മു എന്ന് ചോദിക്കുന്നുണ്ട്. മമ്മു വെൽക്കം ഡാൻസ് ചെയ്യാൻ പറയുന്ന. ലവ് മമ്മു ഫ്രം ന്യൂസിലാൻഡ്. മമ്മുനെ തൊപ്പി
ചെയ്തത് മോശമായി പോയി. എടാ അല്ലടാ, ഞാൻ വിചാരിച്ച ഓൻ എന്തെങ്കിലും നിങ്ങൾ നേരത്തെ എഗ് ജ്യൂസ് എന്നാലും പറഞ്ഞിട്ടില്ലേ, അപ്പൊ അതിന്റെ അത് കേട്ടിട്ട് ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചെന്ന് വിചാരിച്ചതാ. തൊപ്പി വാവ കിസ്. അല്ലേലേ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലേ ഒരു കാരണവശാലും നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച. എടാ ഞാൻ ചെയ്യിപ്പിച്ചതല്ല, ചാറ്റാണ് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അവരെന്നെ പറഞ്ഞത് വേറെ ആരും പറഞ്ഞില്ല. നിനക്ക് അവിടെ തീരുമാനിക്കായിരുന്നു, നമ്മളിപ്പോ തീരുമാനിക്കുന്നു അത്രേ ഉള്ളൂ. എടാ മോനെ എടാ നീ കിസ് ചെയ്യുന്ന പോലെ അല്ല, നമ്മ രണ്ടാളും കിസ് ചെയ്താ മോനെ അറിയാലോ സീരിയലല്ല മോനെ. ആ പരിപാടി മാത്രമല്ല വേറെ എന്ത് വേണേ പറഞ്ഞോ. എടാ മൊത്തം ഇപ്പൊ തന്നെ നീ ചാറ്റ് നോക്കിയാ ഇതെന്താ നിനക്കറിയോ? ഇതെന്താ മനസ്സിലായോ? ആ പഴവില്ലാതെ സ്പാം ആയിരുന്നു മൊത്തം. ഇത് നമ്മളെങ്ങനെ ഉറപ്പായിട്ട് എല്ലാ കമന്റ് സെക്ഷനിലും പിന്നെ കുണ്ടൻ മഴവിൽ നിന്ന് മാത്രമേ സ്പാം വരും. ഒരെണ്ണ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരെണ്ണ അതാ കിസ് കിസ് എന്ന് പറഞ്ഞ സ്പാം വരുന്നു മോനെ. നോ നമുക്ക് അടുത്ത വിഷയം സംസാരിക്കാം. വാവ ബാങ്ക് ബാലൻസ് ചോദിക്കും, നിന്റെ ബാങ്ക് ബാലൻസ് ചോദിക്കുന്ന പേഴ്സണൽ ചോദിക്കണം. അതെല്ലാം വിടറാ അങ്ങനെ